ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്തറിയാം ഒരു താന്തനെ പോലെയാണ്. അവന്റെ അച്ഛനെ പണ്ട് അടിക്കാൻ പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അച്ഛനും സഹോദരൻ എല്ലാം അടിക്കാൻ പോയിട്ടുണ്ട്. ഇതേപോലെ അത്രയും ഇതാണ്. അതൊക്കെ പിന്നെയാണ് അറിയുന്നത്. ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് കാറ്റഗറിപ്പെട്ട മനുഷ്യനാണെന്ന് അറിയാൻ പാടില്ലെന്ന് പറയും. കാരണം സമ്പത്തിനെ പ്രശ്നമല്ല അവന് ഒരു ദിവസം തന്നെ 7,000-8,000 രൂപ ഏൺ ചെയ്യണം. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവക്ക് മക്കളില്ല. അതിന്റെ കാരണക്കാരൻ അവനാണ്. അവനെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രോട്ടമല്ലേ, അത് മൊത്തം അകത്താണ് അവൻ സ്ക്രോട്ടം. അപ്പൊ എന്നറിയാം, നമ്മുടെ ഈ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ പറ്റൂല. അതായത് ഓവറായിട്ടുള്ള ഈ ഹീറ്റാണ് ഉള്ളത്. അപ്പൊ സെമനെല്ലാം വരുമ്പോഴത്തേക്ക് ഈ ഡെഡായി മാറും. അപ്പൊ ഈ അതോടൊപ്പം തന്നെ ഇവന്റെ ഫിസിക്കൽ ഈ സൈഡിലും ഈ ഓവറായിട്ടുള്ള ചൂട് നിൽക്കുന്ന കാരണം പലതരത്തിലുള്ള ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. ഈ ടെൻഷൻ വന്ന് എന്താ പറഞ്ഞാൽ, ടെൻഷൻ അല്ല, ഏറ്റവും ഈ സഡൻ ആയിട്ടുള്ള ഒരു ആംഗ്രി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്നറിയാം ഒരു താന്തനെ പോലെയാണ്. അവന്റെ അച്ഛനെ പണ്ട് അടിക്കാൻ പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അച്ഛനും സഹോദരൻ എല്ലാം അടിക്കാൻ പോയിട്ടുണ്ട്. ഇതേപോലെ അത്രയും ഇതാണ്. അതൊക്കെ പിന്നെയാണ് അറിയുന്നത്. അപ്പോഴിങ്ങനെ എന്നറിയാ, ഈ എന്നെ വിളിച്ച് വീണ്ടും ചീത്ത വിളിച്ചിട്ട് പേടിപ്പിച്ചുകൊണ്ട് അവളെ അമ്മ പറഞ്ഞു വിടുകയാണ് ചിലപ്പോ അടിക്കും എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ ഇങ്ങനെ ഈ ഒരു സ്ത്രീ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചിട്ട് ആ സ്ത്രീയെ കൊണ്ട് വെറുതെ എന്നെ വിളിപ്പിക്കാതിരിക്കാം, എന്നെ അടിക്കാനായിട്ട് എന്നുള്ള തോന്നിട്ട് ഞാൻ പോയില്ല. പിന്നെയാണ് സംഭവം ഇങ്ങനെ അറിയണത്. അതെ. അപ്പൊ ഇതിന് മുമ്പ് വന്നിട്ട് എന്നറിയാം, അവര് ഈ എവിടെ ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ PG പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ക്ലാസ്സിന് പോകുന്നത്. അങ്ങനെ അവിടെ അച്ഛനാണ് എന്നെ വന്ന് ഇത് അച്ഛനെ അവരും കൂടെ വന്നാണ് സംസാരിക്കുന്നത്, ഈ ചോദിക്കുന്നത്. അപ്പോഴങ്ങനെ ഞാൻ എഗ്രി ചെയ്തു. അപ്പോഴൊന്നും വേണ്ടെന്ന് തന്നെ പറഞ്ഞു. എന്നാലും ഞാൻ എന്റെ സ്നേഹത്തിനനുസരിച്ച് ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഈ PG പോകുന്ന ഇത് പഠിപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് PSC ഇത് ക്ലാസ്സിന് അയക്കണം. കാരണം നന്നായിട്ട് പഠിക്കാൻ നല്ല ബ്രെയിനുള്ള വെച്ചാണ്. അവരെല്ലാം സമ്മതിച്ചു പോയിട്ട് അവസാനം അയച്ചില്ല, പഠിക്കാൻ സമ്മതിച്ചില്ല. ഈ പറയുന്നത് പോലെ എല്ലാ അൽമയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വിഷ്ണു നിന്നിരുന്നത്. അതവന്റെ കൊച്ചപ്പന്റെ വലിയ പെണ്ണമോനാണ് പറയുന്നത്. ഇപ്പൊ നാട്ടുകാരാണെങ്കിലും അൽമയുടെ പൂച്ചകളെ നോക്കാൻ വേണ്ടി മാത്രം പൂച്ചയുടെ കാര്യം പറഞ്ഞത്, ഇവക്ക് അവന് മക്കൾക്കുണ്ടാവൂല എന്നുള്ളത് ഇവനറിയാം വ്യക്തമായിട്ട്. ഇവളെ അതിനെക്കൊണ്ട് കെട്ടിയിടാൻ വേണ്ടി ഇവൻ വാങ്ങിക്കൊടുത്താണ്. സംഭവമില്ല, വാങ്ങിക്കൊടുത്ത ഒരു മെന്റാലിറ്റിയിലാക്കി ഇവൻ കൂടെ തന്നെ ഈ പലതരത്തിലും ഇതിന്റെ ഈ യൂട്യൂബുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഇവൻ കൂടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അതിനകത്തോട്ടങ്ങ് ആഡ് ചെയ്ത് വിട്ടതിന് ശേഷം അങ്ങ് മാറി. ഇവൻ തന്നെ അതിന്റെ കാരണക്കാരൻ. അതായത് വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ളത് നേരത്തെ വെച്ച് കല്യാണത്തിന് 5-8 വർഷത്തേക്ക് മുമ്പ് ബെല്ലൂരിൽ ചികിത്സ നടന്നത്. അതിന് 10 വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞപ്പോഴാണ് ഇവർ ഒരുമിച്ചെന്നറിയ ഒരു ടൂർ പോലെ പോയപ്പോഴത്തേക്ക് ഇവനെ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴേക്ക് ഡൗട്ട് വന്നു. ഡൗട്ട് വന്നിട്ട് റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് മക്കൾ ഉണ്ടാവൂല എന്നുള്ള കൺഫർമേഷൻ ആയത്. അതിനുശേഷം അവൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇവൻ ആദ്യം ഓക്കെ എന്ന് പറഞ്ഞു. അത് തിരിച്ച് ഇതില്ലേ ഈ അവന്റെ കുടുംബമായിട്ട് ആലോചിച്ചപ്പോഴത്തേക്ക് പറ്റൂല എന്ന് പറഞ്ഞു. കാരണം വേറെ ആരും മക്കൾക്ക് വേണ്ടി ജനന്റെ സമ്പത്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ. പിന്നെ ഇവ എന്താണ് ഏത് കാറ്റഗറിപ്പെട്ടാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം ഇവക്ക് രോഗം വന്നാലും ഇവൻ കൊണ്ട് ആശുപത്രി കൊണ്ടുപോകില്ല. ഈ പറയുന്ന കാറടക്കം അൽമയുടെ ഇഷ്ടത്തിന് വേണ്ടി വാങ്ങിക്കൊടുത്തല്ലേ, അപ്പൊ ആശുപത്രി പോകാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് കാറ്റഗറിപ്പെട്ട മനുഷ്യനാണെന്ന് അറിയാൻ പാടില്ലെന്ന് പറയും. കാരണം സമ്പത്തിനെ പ്രശ്നമല്ല അവന് ഒരു ദിവസം തന്നെ 7,000-8,000 രൂപ ഏൺ ചെയ്യണം. കാരണം ഒരു മണിക്കൂറിന് അവൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ 1,000 രൂപ കിട്ടും. അതിന് സാമ്പത്തികമായിട്ട് യാതൊരു ക്രൈസിസും ഇല്ല. പക്ഷേ അത് ഞാൻ പറയും, ഏത് കാറ്റഗറിപ്പെട്ട ഏത് തരത്തിലുള്ളതാണെന്നുണ്ട് എനിക്കൊരു പിടിയും കിട്ടില്ല. കാരണം എന്താ പറയുക, ആശുപത്രിയിൽ പോലും അവളെ കൊണ്ടുപോകാതെ മോളെ എന്നെ വിളിക്കും, ഞാൻ കൊണ്ടുപോയി കാശ് കൊടുക്കണം. അല്ലെങ്കിൽ അവളെ അമ്മ അവളെ ആശുപത്രിയിൽ കാറിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കണം. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഒരു കുടുംബത്തിൽ ആരും ചെയ്യാറില്ല. ഇല്ല, തീർച്ചയായിട്ടും. ഈ അൽമയുടെ ചെലവൊക്കെ അപ്പോ മറ്റുള്ള ചെലവുകളെല്ലാം അവർ തന്നെ അവർ ചെയ്യും. ഇത് ഈ ഒരു കാര്യത്തില് എന്താണ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവൻ നോക്കുന്നത്, അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരു പ്രയാസം. കാരണം ഞാൻ ഇങ്ങനെ ഈ കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് ഈ കാര്യം അറിയുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ,
എന്റെയും അവളെ അമ്മയുടെ അല്ല നമ്മുടെ ഇവരെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞാൽ അല്ലെ കാലങ്ങൾ കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അസുഖം വന്ന ഏതെങ്കിലും തരത്തിലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഇവളെ അവസ്ഥ എന്തായി പോകും എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ യമൻ അഥവാ ഇതിന്റെ ഈ ഇവര് ഈ ആ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം ഈ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ടീമാണ്. അപ്പോഴഥവാ എന്താ പറയുക അവർക്ക് എന്തൊക്കെ രോഗം വന്ന് അങ്ങനെ ആയിട്ട് എന്താ പറയുക വല്ല ആവശ്യമില്ല ഇഞ്ചക്ഷൻ വല്ലതും കൊടുത്തെന്ന് അറിയാം അവിടെ ഭ്രാന്തിയാക്കിയിട്ട് കഴിഞ്ഞാലും ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ഈ ഒരു ചിന്ത എനിക്ക് എന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഈ രീതി ഇതായതുകൊണ്ട്. അപ്പൊ പുറത്ത് ഈ പറയുന്ന നല്ലവനായ വിഷ്ണുവിന്റെ സ്വഭാവം നിന്നൊക്കെ മനസ്സിലായി ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നാട്ടുകാരോട് പറയുന്നുണ്ടല്ലോ. കാരണം ഈ ഇവർ കുടുംബത്തിനകത്തുള്ള സ്കൂളാണ് അവിടുത്തെ സ്കൂള്. ഈ വിഷ്ണുവിന്റെ വായിൽ നിന്ന് തന്നെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതായത് ഇങ്ങനെ പല ഇതിലെ ഈ മാനേജർമാരുണ്ട്. അതിലെന്താ പറയുക ഒരാളിന്റെ മക്കള് 4 പേരുണ്ട്. അതില് ഈ ഒരാളിന് ഇതില്ലേ ഈ ഒരാളിന്റെ അവകാശം വന്നിട്ട് എന്താ പറയാ മൊത്തം എഴുതി വാങ്ങിയിട്ട് ഈ തുച്ഛമായ പൈസ കൊടുത്ത് എഴുതി വാങ്ങി അതിന്റെ മക്കളെല്ലാം കൂടെ എന്താ പറയാ പായല് ഈ അച്ഛനെ പൊതിഞ്ഞു കെട്ടി ഈ സ്കൂളിന്റെ കാമ്പണ്ണത്തുണ്ട് ഈ മതിലിന്റെ പുറത്ത് ഇട്ടിട്ടുണ്ട്. അത്രയും ഇവരെല്ലാം കാശിന് വേണ്ടി ഒരു രീതിക്കുള്ള ആൾക്കാരാണ്. പണത്തിനോടുള്ള അപ്പോൾ ഇത് നഷ്ടപ്പെടുന്ന എന്തിനാണ്? അതുകൊണ്ട് എന്താ ഇവർ പ്ലാൻ ചെയ്ത് ഇവളെ നശിപ്പിച്ചാണോ എന്ന് എനിക്ക് വളരെ ഡൗട്ടുണ്ട്. അപ്പോ ഈ പണത്തിന് വേണ്ടിയിട്ട് ഇവളെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് വിഷ്ണു പറയുന്നത് ആ ഒരു ദേഷ്യം വന്നപ്പോ ചെയ്തു പോയതാണ് എന്നുള്ളൊരു കാര്യമാണ്. പോലീസിനോട് പോലും കൊടുത്തിരിക്കുന്ന മൊഴി അതാണ്. ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ളതായിട്ടുള്ള തർക്കമാണ്. അങ്ങനെ ഡിവോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നത്? അത് കുഞ്ഞുങ്ങൾ എടുക്കാത്തോണ്ട് കേട്ടെ, കുഞ്ഞുങ്ങളെ എടുക്കാത്തോണ്ട്. ഒരു മിനിറ്റ് എനിക്കൊരു തുണി തരാമോ? ഗ്ലാസ് കിട്ടുന്നില്ല, വണ്ടിയിലില്ല. അത് വലിയ ടവൽ. ഈ അൽമ പരാതിയായിട്ട് എടുക്കല്ലേ. ഈ പറയുന്ന കാറടക്കം അൽമയുടെ ഇഷ്ടത്തിന് വേണ്ടി വാങ്ങിക്കൊടുത്തല്ലേ? അപ്പൊ ആശുപത്രി പോകാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇഷ്ടം പോലെ പൈസ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് കാറ്റഗറിപ്പെട്ട മനുഷ്യനാണെന്ന് അറിയാൻ പാടില്ലെന്ന് പറയും. കാരണം സമ്പത്തിന് പ്രശ്നമല്ല അവന് ഒരു ദിവസം തന്നെ 7,000-8,000 രൂപ ഏൺ ചെയ്യണം. കാരണം ഒരു മണിക്കൂറിന് അവൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ 1,000 രൂപ കിട്ടും. അതിന് സാമ്പത്തികമായിട്ട് യാതൊരു ക്രൈസിസും ഇല്ല. പക്ഷേ അത് ഞാൻ പറയും, ഏത് കാറ്റഗറിപ്പെട്ട ഏത് തരത്തിലുള്ളതാണെന്നുണ്ട് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. കാരണം എന്താ പറയുക, ആശുപത്രിയിൽ പോലും അവളെ കൊണ്ടുപോകാതെ മോളെ എന്നെ വിളിക്കും, ഞാൻ കൊണ്ടുപോയി കാശ് കൊടുക്കണം. അല്ലെങ്കിൽ അവളെ അമ്മ അവളെ ആശുപത്രിയിൽ കാറിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് തിരിച്ചു വിട്ട് കൊണ്ടാക്കണം. അസാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഒരു കുടുംബത്തിൽ ആരും ചെയ്യാറില്ല. ഇല്ല, തീർച്ചയായിട്ടും. ഈ അൽമയുടെ ചെലവൊക്കെ അപ്പോ മറ്റുള്ള ചെലവുകളെല്ലാം അവർ തന്നെ അവർ ചെയ്യും. ഇത് ഈ ഒരു കാര്യത്തില് എന്താണ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവൻ നോക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരു പ്രയാസം. കാരണം ഞാൻ ഇങ്ങനെ ഈ കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് അവള് ഈ കാര്യം അറിയുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയും അവളെ അമ്മയുടെ അല്ല നമ്മുടെ ഇവരെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞാൽ അല്ലെ കാലങ്ങൾ കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അസുഖം വന്ന ഏതെങ്കിലും തരത്തിലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഇവളെ അവസ്ഥ എന്തായി പോകും എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ യമൻ അഥവാ ഇതിന്റെ ഈ ഇവര് ഈ ആ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം ഈ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ടീമാണ്. അപ്പോഴഥവാ എന്താ പറയുക അവർക്ക് എന്തൊക്കെ രോഗം വന്ന് അങ്ങനെ ആയിട്ട് എന്താ പറയുക വല്ല ആവശ്യമില്ല ഇഞ്ചക്ഷൻ വല്ലതും കൊടുത്തെന്ന് അറിയാം അവിടെ ഭ്രാന്തിയാക്കിയിട്ട് കഴിഞ്ഞാലും ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ഈ ഒരു ചിന്ത എനിക്ക് എന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഈ രീതി ഇതായതുകൊണ്ട്. അപ്പൊ പുറത്ത് ഈ പറയുന്ന നല്ലവനായ വിഷ്ണുവിന്റെ സ്വഭാവം നിന്നൊക്കെ മനസ്സിലായി ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നാട്ടുകാരോട് പറയുന്നുണ്ടല്ലോ. കാരണം ഈ ഇവർ കുടുംബത്തിനകത്തുള്ള സ്കൂളാണ് അവിടുത്തെ സ്കൂള്. ഈ വിഷ്ണുവിന്റെ വായിൽ നിന്ന് തന്നെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതായത് ഇങ്ങനെ പല ഇതിലെ ഈ മാനേജർമാരുണ്ട്. അതിലെന്താ പറയുക ഒരാളിന്റെ മക്കള് 4 പേരുണ്ട്. അതില് ഈ ഒരാളിന് ഇതില്ലേ ഈ ഒരാളിന്റെ അവകാശം വന്നിട്ട് എന്താ പറയാ മൊത്തം എഴുതി വാങ്ങിയിട്ട് ഈ തുച്ഛമായ പൈസ കൊടുത്ത് എഴുതി വാങ്ങി അതിന്റെ മക്കളെല്ലാം കൂടെ എന്താ പറയാ പായല് ഈ അച്ഛനെ പൊതിഞ്ഞു കെട്ടി ഈ സ്കൂളിന്റെ കാമ്പണ്ണത്തുണ്ട് ഈ
മതിലിന്റെ പുറത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അത്രയും ഇവരെല്ലാം കാശിന് വേണ്ടി ഒരു രീതിക്കുള്ള ആൾക്കാരാണ്. പണത്തിനോടുള്ള ഒരു ആർത്തി കുടുംബത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇത് നഷ്ടപ്പെടുന്ന എന്തിനാണ്? അതുകൊണ്ട് തന്നെ ഇവർ പ്ലാൻ ചെയ്ത് ഇവളെ നശിപ്പിച്ചാണോ എന്ന് എനിക്ക് വളരെ ഡൗട്ടുണ്ട്. അപ്പൊ ഈ പണത്തിന് വേണ്ടിയിട്ട് ഇവളെ ഒഴിവാക്കാൻ വേണ്ടി